സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂർണിമയും പല്ലവിയും സേതുവും കൂടെ സംസാരിക്കണം. ആ സമയത്ത് പൂർണിമ പല്ലവിയോട് പറഞ്ഞു, മോളെ ഇന്ന് നീ ഒരു 6 മണി ആ സമയത്ത് ആ പ്രതാപനെ കാണാൻ വേണ്ടി പോണെന്ന് പറയണം. എന്തിനാ പൂർണിമ 6 മണിയാകുമ്പോൾ പോണേന്ന് ചോദിക്കണം. അത് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് അറിഞ്ഞില്ലായിരുന്നു പൊന്നുമടത്തിന്റെ പൊതു ശത്രു ഉണ്ടെന്ന്. അപ്പൊ ആ ശത്രുവിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവൻ തരാന്നാ പറയണേ. അവ അയാളുടെ പേര് പറയാന്നാ പറഞ്ഞിരിക്കുന്നു പറയാ. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, അല്ല പൂർണ്ണാമേ, എനിക്കിന്ന് 6 മണിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സേതു പറഞ്ഞു, എന്ത് പ്രോഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല, നീ അതൊക്കെ മാറ്റി വെച്ചേ മതിയാവളെന്ന് പറയാ. 6 മണിക്കത്തെ പ്രോഗ്രാം ഇന്ദ്രനുമായിട്ടുള്ളായിരുന്നു. കാരണം ഋതുവിന്റെ കൂടെ തന്റെ ഭാവി വരനെ കാണാനായിട്ട്, തന്റെ അല്ല അവളുടെ ഭാവി വരനെ കാണാനായിട്ട് ചെല്ലാതെ വാക്ക് കൊടുത്തിരിക്കുന്ന പല്ലവി. അതുകൊണ്ടാണ് പല്ലവി അങ്ങനെ പറയണേ. ആ സമയം പൂർണ്ണം പറഞ്ഞു, മോളെ എല്ലാത്തിനേക്കാളും അത്യാവശ്യം ഇപ്പൊ ഇതല്ലേന്ന് ചോദിക്കുക. അതെ, ഞാൻ പോയിക്കോളാം പൂർണ്ണാമെന്ന് പറയണ. കാരണം പൊന്നുമടത്തിന്റെ പൊതുശത്രു ആരാന്ന് അറിയണമല്ലോ. അല്ല അന്ന് പിന്നെ അമ്മയ്ക്ക് എന്നെ പോയാലെന്ന് സേതു ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പത്തേനും സേതുവിനോട് പൂർണ്ണം പറഞ്ഞു, ഞാൻ ചെല്ലണ്ട, എന്നോട് പറയാൻ അവന് ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞേ. പല്ലവിയോട് തന്നെ ചെല്ലാനാ പറഞ്ഞെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചതിയുണ്ടോ അമ്മയെന്ന് ചോദിക്കുക. അതെനിക്കറിയത്തില്ല, ചതിക്കാൻ മടിയില്ലാത്തവനാ അവന്. ഒരു കാര്യം ചെയ്യാം, മോനും കൂടെ ചെല്ല്, നീ അവിടെ മാറി നിന്നാ മതി. ഈ പല്ലവിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഓടി ചെന്നാ മതി എന്ന് പറയണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ തന്നെ നീ അപ്പൊ തന്നെ സേതുവിനെ വിളിച്ചാൽ മതി എന്ന് പറയാം. അങ്ങനെ പല്ലവി സമ്മതിച്ചു. പിന്നീട് പല്ലവി ഇന്ദ്രനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ദ്രൻ ഋതുവിന്റെ അരിയിലേക്ക് വരുന്നത്. അപ്പൊ ഋതു പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ട് ജിത്തേന്ന് പറയാം. എന്ത്? ഇന്ന് പല്ലവിക്ക് വരാൻ പറ്റില്ലെന്ന് പറയാം. അതെന്താ? പല്ലവിക്ക് ഇന്ന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാ, സോറി ഇട്ടോന്ന് പറയണം. ഓ അതൊന്നും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയണം. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറ്റിച്ചു, ഈ തവണ പല്ലവി പറ്റിച്ചല്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അത് അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ടാ, അതൊന്നും കുഴപ്പമില്ല, നമുക്കത് മാനേജ് ചെയ്യാവുന്നുള്ളൂ. ഇനിയിപ്പോൾ കാണാനുള്ള സമയമായിട്ട് നിന്ന് കൂട്ടിയാൽ മതി, എപ്പോഴേലും കണ്ടോളാം, അതിനിപ്പോൾ വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലോ എന്ന് പറയണം. അല്ല ജിത്തിന് വിഷമമില്ലെന്ന് ചോദിക്കുക. എന്തിനാ വിഷമിക്കണേ, അവർക്ക് അവരുടേതായ അത്യാവശ്യം വന്നു, അപ്പൊ അവര് പോയി, അത്രയും ചിന്തിച്ച പോരെ, അതിലപ്പുറത്തേക്ക് ഞാനൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു, ഇപ്പോഴെനിക്ക് സന്തോഷമായത്, എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ജിത്ത് എന്തെങ്കിലും പറയുമോന്ന് ഓർത്ത്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതായിട്ട് വരും, കൊടുത്ത വാക്ക് പലതും പാലിക്കാൻ പറ്റാതെ വരുമെന്ന് പറയാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം കാണാന്ന് പറയണം. ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു, ഇനിയിപ്പോൾ എന്നാ കാണുന്നതെന്ന് ചോദിക്കുക. അതിന് മുഹൂർത്തം കാര്യങ്ങളൊക്കെ കുറിക്കണമല്ലോ എന്ന് പറയുന്നത് കാണാനായിട്ട്. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ജിത്തിന്റെ ഒരു ഫോട്ടോ എൻ്റെ ഉണ്ടല്ലോ, ഒരു പിക്ചർ ആ കുട്ടി വരച്ചു തന്നെ, അത് ഞാൻ കാണിച്ചോളാം എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനൊന്നും ഞെട്ടി. എന്താ പറഞ്ഞേന്ന് ചോദിക്കണം. അല്ല ഇന്നാളെ ആ പെൺകുട്ടി വരച്ചെന്നൊരു ചിത്രം ഉണ്ടല്ലോ, ഞാൻ ആ പിക്ചർ വീട്ടിൽ കാണിച്ചോളാം എന്ന് പറയണം. പല്ലവി അത് കാണിച്ചോളാം. അപ്പൊ പല്ലവിക്ക് ആളെങ്ങനെയാണെന്ന് മനസ്സിലാവുമല്ലോ എന്ന് പറയണം. അപകടം ഇന്ദ്രന് മനസ്സിലായി. ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു, അതൊന്നും വേണ്ടാന്ന് പറയണം. അതെന്താ? ഇന്ന് ആ പിക്ചർ കാണിക്കാൻ കൊള്ളില്ലാത്ത ദിവസം, അതിന്റെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത, ഇന്ന് ഭസ്മാസുര ജയന്തിയാന്ന് പറയണേ. ഭസ്മാസുര ജയന്തിയോ? അങ്ങനെ ഒരു ദിവസം ഉണ്ടോ? അതെന്ത് ദിവസം? വെറുതെ ഇന്ദ്രൻ അങ്ങോട്ട് തട്ടിവിട്ടതാണ് ഋതുവിനെ പറ്റിക്കാനായിട്ട്. അപ്പൊ ഋതു ഓർത്തു, ഇന്ദ്രനെല്ലാം അറിയാവുന്ന ആളല്ലേ, അപ്പൊ ചിലപ്പോ ശരിയായിരിക്കുമെന്ന് അവളും വിചാരിക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, നല്ല കാര്യത്തിനൊന്നും ഒരിക്കലും അത് ശരിയുള്ള അത് നല്ല കാര്യങ്ങളൊക്കെ ആ ദിവസം ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയണം. അതുകൊണ്ട് ആ ദിവസം എന്ന്, അതുകൊണ്ട് ഇന്ന് ഫോട്ടോസ് ഒന്നും കാണിക്കണ്ടെന്ന് പറയാം. ആണോ, എന്നാ ശരി, ഞാൻ നാളെ കാണിച്ചോളാം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ഇന്ദ്രൻ പറയണം. ഓഹ് എന്റെ ദൈവമേ, ഏത് സമയത്താണോ ആ പെങ്കുച്ചിന് ഫോട്ടോ കൊടുക്കാൻ തോന്നുന്നത്? എന്താ പറഞ്ഞെന്ന് ചോദിക്കണേ. ഒന്നുമില്ല, ഞാൻ എൻ്റെ ആത്മകഥം പറഞ്ഞാന്ന് പറയണം. ആ സമയത്ത് പല്ലവി നേരെ ഇന്ദ്രനെ കാണാനായിട്ടല്ല, പല്ലവി നേരെ പ്രതാപനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് ഇച്ചിരി കഴിയുമ്പത്തിനും പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു. പ്രതാപനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും പല്ലവി പറഞ്ഞു, സത്യം പറ, നിനക്ക് എന്നോട് പറയാനുള്ള എന്താ? പൊന്നുമരത്തിന്റെ പൊതുശത്രു ആരാ, അതിനെക്കുറിച്ച് പറയണം. ഇതേട്ടൻ പ്രതാപൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. എപ്പം? ഞാൻ 2-3 അടിച്ചുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയാ. പല്ലവി പറഞ്ഞു, എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കണ്ട, സത്യം എന്താ വെച്ചാൽ പറഞ്ഞോളാം പറയണം. അതിപ്പോ സത്യം പറയാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണേ? അത് പിന്നെ ഞാൻ ആ പേര് മറന്നുപോയെന്ന് പറയണം. മറന്നുപോയെന്നോ? നിങ്ങളുടെ അടുത്ത് കളിക്കണ്ടെന്ന് പറയാം. അതെ, ഉള്ള കാര്യം പറയാലോ കൊച്ചെ, ആ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല, അയാൾ മിക്കവാറും എന്നെയും കൂടെ കൊല്ലൂന്ന് പറയാ. നിങ്ങളെ കൂടെ കൊല്ലൂന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കണം. അതെ, കാരണം അത്രയ്ക്ക് ദുഷ്ടനാ അവന്, മിക്കവാറും എന്നെയും കൂടെ കൊന്നോളെ, അതുകൊണ്ട് എനിക്ക് ആ പേര് പറയാൻ പേടിയാന്ന് പറയണം. പല്ലവി പറഞ്ഞു, ഇതേ പ്രതാപ, വെറുതെ കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെ, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. പല്ലവിക്ക് നല്ല ദേഷ്യമായി. ഈ സമയത്ത് പ്രതാപൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ക്ലൂ തരാം, അതിനകത്തൊന്ന് മനസ്സിലാക്കി എടുത്തോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, എന്ത് ക്ലൂ? അതെ, കുട്ടിയാനയിലുണ്ട്, പിടിയാനയിലില്ല. പിന്നെ ഇന്ത്യൻ റുപ്പിയിലുണ്ട്, ഇന്ത്യൻ റമ്മിയിലില്ല. ഉപ്പിലുണ്ട്, മുളകിലില്ല എന്ന് പറയണം.
ഇതോടെ പല്ലവി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ തന്റെ കടങ്കഥ? തന്നോട് പേര് ചോദിച്ചപ്പോൾ താൻ ഇങ്ങനെയാണോ പറയണേന്ന് ചോദിക്കണം. അപ്പോഴേക്കും വീണ്ടും പ്രതാപൻ പറഞ്ഞു, അതെ ഒന്നുകൂടെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് വീണ്ടും പറയണം. പല്ലവിക്ക് നല്ല കട്ടക്കലിപ്പായി. താൻ വെറുതെ മനുഷ്യനെ ഫൂളാക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണോ എന്നൊക്കെ ചോദിക്കണം. ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു, 6 മണി സമയത്തല്ലേ വരാൻ പറഞ്ഞേ, 6:05 6:10 ആയതുള്ളൂ എന്ന് പറയണം. എടോ സമയത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. താൻ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? താൻ എന്നെ കുരങ്ങളിപ്പിക്കാനാണെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ കൊച്ചിന് അത് മനസ്സിലാകത്തില്ല, ആരുടെ കുഴപ്പം എന്ന് പറയണം. അപ്പോഴേക്കും പല്ലവിക്ക് ദേഷ്യം വന്നിട്ട് പല്ലവി അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, ഓ ഇതുപോലൊരു ഇന്ദ്രനല്ല പ്രതാപൻ പറഞ്ഞു, ഇതുപോലൊരു പൊട്ടിക്കൊച്ച് ഇവൾക്കെതിരായിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് പോലും മനസ്സിലായില്ല, ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലായല്ലോ എന്നൊക്കെ പ്രതാപൻ മനസ്സിൽ കാണുവാണ്. പിന്നീടാണെങ്കിൽ ഇന്ദ്രന് ആകെപ്പാട് ധർമ്മസങ്കടത്തിൽ ആ വീട്ടിലേക്ക് എഴുന്ന എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഫോട്ടോ എങ്ങാനും പല്ലവീനെ കൊണ്ടാ കാണിച്ചാൽ അതോടുകൂടി തീർന്നു. അപ്പോഴേക്കും രാജേഷ്മി വന്ന് വെച്ചിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം? നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വരികിനെപ്പോലെ നടക്കണമെന്ന് ചോദിക്കാം. എന്റെ അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ പറയാ. അതെന്താ ആകെപ്പാടെ വിഷയം? എടാ പല്ലവിയുടെ കാര്യം ഓർത്തിട്ടാണോ? അവളെ കുറിച്ചൊക്കെ ആരോർക്കുന്നു? അതൊന്നും അല്ല, ഇത് വേറൊരു പ്രശ്നമാന്ന് പറയാം. എടാ വേറെന്ത് പ്രശ്നമാടാന്ന് ചോദിക്കാം. അതൊക്കെയുണ്ട്, എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയണം നിർബന്ധമുണ്ടോ? ഇതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത കാര്യമെന്ന് പറയണം. പുറത്തു പറയാൻ പറ്റാത്ത കാര്യം? അങ്ങനെ ഒരു കാര്യം എന്താടാന്ന് ചോദിക്കും. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിന്റെ അവസാനം വിജയം എനിക്കായിരിക്കും. എന്റെ കയ്യെ പിടിച്ച ആ സേതുവും പല്ലവി ഇങ്ങോട്ടേക്ക് വരും. പല്ലവി എന്റെ സ്വന്തമാകുകയും ചെയ്യും. അതിനുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയണം. അത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, നന്നായി, ഇനി അടുത്ത അതായിരിക്കൂലേ? ഇനി അവസാനം തല്ലുകൊണ്ട് നീ ഇങ്ങോട്ട് വരുന്ന കാണാനും കൂടെ എനിക്ക് ത്രാണിയില്ലടം മോനെ എന്നൊക്കെ പറയണം. അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഏതൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, നെഗറ്റീവും പറഞ്ഞുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ദേഷ്യപ്പെടുവാണ്. രാജലക്ഷ്മി പറഞ്ഞു, എടാ മോനെ, ഞാൻ നിന്റെ അമ്മയാ. നിന്റെ ഓരോ മനസ്സുമാറ്റം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാ പറഞ്ഞേ, എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണേ പറഞ്ഞാൽ മതി എന്ന് പറയാം. അയ്യോ, ദൈവത്തെ ഓർത്തൊരു ഹെൽപ്പും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി. മനുഷ്യ സ്വസ്ഥതയുടെ സമാധാനത്തോടെ ഒന്ന് ഇരിക്കാനും നടക്കാനും പറ്റില്ലെന്ന് പറഞ്ഞാല് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറി പോവാണ്. രാജലക്ഷ്മി ഓർത്തി, പിന്നെ ഇത് എന്ത് പറ്റി? ആകെപ്പാടെ വന്നപ്പോ തൊട്ട് വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണല്ലോ എന്നൊക്കെ ഓർക്കണം. എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കണം. പിന്നീട് എല്ലാവരും പാതിരാത്രി നല്ല ഉറക്കമാണ്. ഇന്ദ്രന് മാത്രം ഉറക്കം വന്നില്ല. ഇന്ദ്രൻ നേരെ ഋതുവിനെ വിളിക്കുവാണ്. പെട്ടെന്ന് ഋതു കോൾ അറ്റൻഡ് ചെയ്തിട്ട്, ഇതുവരെയായിട്ടും കിടന്നുറങ്ങിയില്ലേ ചിത്തേന്ന് ചോദിക്കാം. എനിക്കെന്തോ ഉറക്കം വന്നില്ലെന്ന് പറയാം. അതെന്താ? എങ്ങനെ ഉറങ്ങാനാ? കല്യാണത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് എനിക്ക് അങ്ങോട്ട് ഉറക്കം വന്നില്ല എന്ന് പറയാം. ഓ അങ്ങനെയാണോ? അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അതിനെക്കുറിച്ച് ഓർത്ത് എന്തിനാ ഇപ്പൊ ടെൻഷൻ അടിക്കണേ? ഇപ്പോഴേ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യമുണ്ടോ? ടെൻഷൻ അല്ല ഋതു, എനിക്ക് സന്തോഷമാണ്. ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുമായിരുന്നു പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കണ്ടെന്ന് പറയും. പിന്നെ ഞാനിപ്പോൾ വിളിച്ച് വേറൊരു കാര്യം പറയാൻ വേണ്ട. എന്താ? ആ ഫോട്ടോ ഉണ്ടല്ലോ, ആ പെങ്കുച്ചി വരച്ചു തന്നെ, ആ ഫോട്ടോ തൽക്കാലത്ത് വീട്ടുകാരെ കാണിക്കണ്ടെന്ന് പറയാം. എൻ്റെ അതെന്താ? ആ ഫോട്ടോ അത്രയ്ക്ക് വൃത്തിക്കൊന്നും അല്ല വരച്ചിരിക്കുന്നത്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ എന്ത് വിചാരിക്കും? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ പറയണേ. ആദ്യ കാഴ്ച തന്നെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊരു കല്ലിക്കടി ആവൂലേ? അതുകൊണ്ട് അത് പറയണ്ടെന്ന് പറയണം. ആ സമയത്ത് ഋതു പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറൊരു ഫോട്ടോ തരാന്ന് പറയണം. വേറെ ഫോട്ടോ? അതെ, അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഫോട്ടോ തരാം. അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ പറയാം. ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നില്ല, അത് നേരിട്ട് ഞാൻ കൈ കൊണ്ട് തരാന്ന് പറയാം. അതായിരിക്കും നല്ലത്. എനിക്ക് ഫോണിൽ കൂടെ ഒന്ന് ഏർപ്പാട് ഫോട്ടോ ഒന്നും ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമില്ല. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് കൈമാറാന്ന് പറയണം. കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അങ്ങനെ അവരെ തീരുമാനത്തിലെത്തി കോള് കട്ട് ചെയ്യണം. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രാവിലെ എന്നെ പൂർണ്ണയെ പുറത്തു പോയിട്ട് കയറി വരുവാണ്. അപ്പോഴേക്ക് സ്വാതി അങ്ങോട്ടേക്ക് വന്നു. അമ്മ ഇതെടുപ്പേതാ? ഞാൻ ആ ജോൾസിനെ ഒന്ന് കാണാൻ പോയതാന്ന് പറയണ. അല്ല സേതു എന്തി അവനെ വിളിക്കാൻ പറയണ? അത് പല്ലുവേച്ച് വന്നിട്ടുണ്ടെന്ന് പറയാം. ആണോ? അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു. പല്ലവി വന്നിട്ട് ചോദിച്ചു, പൂർണ്ണാമ ഇത് എവിടെ പോയതാന്ന് ചോദിക്കാം. ഞാൻ ജോൾസിനെ കാണാൻ പോയതാ മോളെ. ഋതുവിന്റെ മോളുടെയും കല്യാണം ഒരുമിച്ച് ഒരു ദിവസം നടത്താൻ തന്നെ മനസ്സ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് മുഹൂർത്തം കുറിപ്പിക്കാനൊക്കെ പോയതാന്ന് പറയണം. ആണോ? അങ്ങനെയാണ്, നല്ല കാര്യമാണല്ലോ എന്ന് പറയണം സേതു. ഈ സമയത്ത് പല്ലവി പറഞ്ഞു, എന്നിട്ട് ജോത്സ്യം എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, 2 വിവാഹം ഒരു ദിവസം തന്നെ നടത്താനായിട്ട് പറ്റും. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഋതുവിന്റെ ആ ചെക്കൻ്റെ വീട്ടിൽ പോയി നമുക്ക് എല്ലാവരും ആ ചെക്കനെ എന്തൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ പറയണം. അത് കേട്ട പല്ലവിക്കും ഭയങ്കര സന്തോഷം. പിന്നീട് പൂർണ്ണിമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് സ്വാതി കളിയാക്കുവാണ്. ഒരു പാട്ടൊക്കെ പാടി രണ്ടുപേരും കൂടെ കളിയാക്കി. ഈ സമയത്ത് സേതു സ്വാധീനെ ഓടിച്ചു. പിന്നീട് പല്ലവിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പല്ലവി ഒരു ഉമ്മ തരുമെന്ന് ചോദിക്കും. ഉമ്മയോ? അത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഞാൻ പറയണം. ഇത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു, കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ മാത്രം മതിയോ എന്ന് ചോദിക്കുക. ഒരു ഉമ്മയല്ല, വേണേ 5 തന്നോളം പറയണം. അങ്ങനെ പല്ലവിയുടെ അടുത്തേക്ക് ഇന്ദ്രൻ ചെന്ന് കഴിഞ്ഞ്, ഇന്ദ്രനല്ല കേട്ടോ, ഇടയ്ക്ക് പേര് മാറിപ്പോയതാണേ. സേതു ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മ വെക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേന് പല്ലവിയും കൂടെ ഒഴിഞ്ഞു മാറി. അപ്പോഴേക്ക് സേതു നിന്നെ ഞാൻ കാണിച്ചാലെന്ന് പറഞ്ഞ് പുറകെ ഓടി ചെല്ലുവാണ് പിടിക്കാനായിട്ട്, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനായിട്ട്. അപ്പോഴേക്കും
പല്ലവി എഴുന്നിട്ട് സ്വാതി സ്വാതി എന്ന് ഉറക്കെ വിളിക്കുകയാണ്. സ്വാതി ഓടി ഇറങ്ങി വന്നു. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കണം. അപ്പോഴേക്കും സ്വാതിയോട് സേതു പറഞ്ഞു, ഏയ് ഒന്നുമില്ല, അവള് ചുമ്മാ വിളിച്ചാന്ന് പറയണേ. ചുമ്മാ വിളിച്ചോ? അപ്പൊ എന്നെ വിളിച്ചേ? വെറുതെ വിളിച്ച നീ കയറി പൊയ്ക്കോളാൻ പറയണ. അപ്പോഴേക്കും പല്ലവി എടുത്ത് നിന്നിട്ട് സ്വാതി ചോദിച്ചു, അല്ല എന്തിനാ പല്ലവി ചേച്ചി എന്നെ വിളിച്ചെന്ന് ചോദിക്കുക. അതെ, സേതുവേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചെന്ന് പറയണം. ഞാൻ എപ്പോ പറഞ്ഞു? മുമ്പ് പറഞ്ഞില്ലായിരുന്നോ എന്നും ചോദിച്ചേണ്ട പല്ലവി ഓടിപ്പോയി മുറി കയറി കഥ അടയ്ക്കുകയാണ്. സേതു ആകെപ്പാടെ വല്ലാത്തൊരു ചമ്മലോടുകൂടി നിൽക്കുകയാണ് സ്വാതിയുടെ മുന്നിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.